ഉപജില്ലാ സ്കൂൾ കലോത്സവം 5, 6, 7, 8 അങ്ങനെ 4 ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഈ സ്കൂൾ കലോത്സവത്തിലെ ട്രോഫികൾക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓരോ ട്രോഫികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ചാർജുള്ള ടീച്ചർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ ടീച്ചറുടെ പേര്? രേഷ്മ. നമ്മുടെ പടിയൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 4 ദിവസം ഉത്സവമാണ് ഇവിടെ നടക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തിലെ ട്രോഫിയും കാര്യങ്ങളൊക്കെ എങ്ങനെ? കിട്ടിയ ട്രോഫികൾ അത്രയും ഞങ്ങൾ അറേഞ്ച് ചെയ്തു. പിന്നെ ഇനി വരാനുള്ള ട്രോഫികൾ കുറച്ചുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു 4 ദിവസങ്ങളിൽ ഞങ്ങൾക്കും ഒരുക്കങ്ങളാണ്. ട്രോഫികളുടെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും വിതരണവും ഒക്കെയായി ഞങ്ങളും സജീവമായി രംഗത്തുണ്ട്. അപ്പോൾ ഇത് എല്ലാ ട്രോഫികളും എത്തിയിട്ടില്ല. ഇനി മെയിനായിട്ട് ഏതൊക്കെ ട്രോഫികൾ എത്താറുണ്ട്? ഇല്ല, കുറച്ച് റോളിംഗ് ട്രോഫികൾ മാത്രമാണ് കിട്ടാനുള്ളത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു. എത്ര വേദികളിലായിട്ടാണ് മത്സരങ്ങൾ ഇവിടെ? 10-16 വേദികളിലായിട്ട് മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് SNUP ഗ്രൗണ്ടിലാണ്, മിൽമ ഹാള്, അതുപോലെ ഹയർ സെക്കൻഡറി ഗ്രൗണ്ട്, ഹൈസ്കൂൾ ഗ്രൗണ്ട്. അപ്പോൾ പടിയൂരിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഉത്സവമാണ് എല്ലാവരും പറയുന്നത്. അതിനെക്കുറിച്ച് ടീച്ചറുടെ പറയുന്നത്? ഞാനും ഈ വർഷം ഇവിടെ എത്തിയതാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള സ്കൂളാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഉത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ഗ്രാമീണ കലാ മാമാങ്കം അല്ലേ? അപ്പോൾ പടിയൂര് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരിക്കൂർ ഉപജില്ല സ്കൂൾ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രോഫിയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ടീച്ചർ നമ്മോടൊപ്പം ഇത്രയും നേരം ചേർന്നിരിക്കുന്നത്, ട്രൂ മീഡിയ കേരളയോടൊപ്പം. അപ്പോൾ മത്സരങ്ങൾ ഓരോ വേദികളിലായി കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട് മലയോരത്തെ നമ്മുടെ ഈ പടിയൂരിന്റെ ഉത്സവ മാമാങ്കത്തെക്കുറിച്ച്. ട്രൂ മീഡിയ കേരള.